നമ്മൾ ലേണിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിങ്, അതിൻ്റെ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടീച്ചിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്. പറയാതെ തന്നെ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാൽ പോലും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ടീച്ചിങ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? ടീച്ചിങ് ഈസ് എ സോഷ്യൽ പ്രോസസ് വിച്ച് ഈസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം, കൾച്ചർ, ഫിലോസഫി ആൻഡ് വാല്യൂ. അതായത് എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്? ജസ്റ്റ് നമ്മുടെ നോളേജ് ഡെലിവറി ചെയ്യൽ മാത്രമല്ല, അത് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റമായിട്ടും നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റമായിട്ടും ഒരു കൾച്ചർ, അതേപോലെ തന്നെ ഒരു ഫിലോസഫിയാണ്. മാത്രമല്ല കുറേ മോറൽ വാല്യൂസ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് is often thought of as something that comes rather naturally to people who know their subject. അതായത് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാൾക്ക് നാച്ചുറലി വരുന്നൊരു പ്രോസസ്സായിട്ടാണ് നമ്മൾ ടീച്ചിങ്ങിനെ കാണുന്നത്. ചില ആൾക്കാർക്ക് ടീച്ചറൊന്നും ആയിരിക്കില്ല, പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ടീച്ചിങ് എബിലിറ്റി നല്ലപോലെ ഉണ്ടായിരിക്കും. സോ അതും ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് തന്നെയാണ്. ഓക്കെ, ദെൻ ടീച്ചിങ് ഈസ് എ ഫാസിനേറ്റിംഗ്, ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോംപ്ലെക്സ് പ്രോസസ്സ്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതേപോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പ്രോസസ്സ് കൂടിയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇനി ടീച്ചിങ് ഇസ് ദ പ്രോസസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ് ബൈ ഇമ്പാർട്ടിംഗ് നോളേജ്, സ്കിൽസ് ആൻഡ് വാല്യൂസ് ടു സ്റ്റുഡൻസ്. അപ്പോൾ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോളേജ് ഇമ്പാർട്ട് ചെയ്യുക, നോളേജ് ഡെലിവറി ചെയ്യുക, കണ്ടന്റ് കൊടുക്കുക. അത് മാത്രമല്ല അതിൻ്റെ ഒപ്പം തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് മോറൽ വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, delivering instruction and assessing understanding through various methods and strategies. എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? നമ്മുടെ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഡെലിവറി ചെയ്യുക മാത്രമല്ല, അതിന് മുന്നേ എന്താണ് ഡെലിവറി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്തതിനനുസരിച്ച് അത് കുട്ടികളിലേക്ക് എത്തിക്കണം. എത്തിച്ചു കഴിഞ്ഞാലോ നമ്മളത് അസസ് ചെയ്ത് കുട്ടികൾക്ക് എത്രമാത്രം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി എടുക്കണം. ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മൾ മെയിനായിട്ട് ടീച്ചിങ്ങിൽ പറയുന്നത്. ദെൻ എഫക്റ്റീവ് ടീച്ചിങ് എൻകറേജസ് ക്രിട്ടിക്കൽ തിങ്കിങ്, എൻഗേജ്മെന്റ് ആൻഡ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളേജ് ഇൻ റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ്, ഫോസ്റ്ററിങ് ഓവറോൾ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഇൻ ലേണേഴ്സ്. എന്താ പറയുന്നത്? നല്ലൊരു ടീച്ചിങ് ആണെങ്കിൽ, നല്ലൊരു ടീച്ചർ ആണെങ്കിൽ കുട്ടികളിലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും അതേപോലെ തന്നെ ആ നമ്മൾ പഠിപ്പിച്ച കാര്യം വേറെ സിറ്റുവേഷൻസ് വരുമ്പോൾ അപ്ലൈ ചെയ്യിപ്പിക്കാനും ഓവറോൾ കുട്ടികളിലെ ഡെവലപ്മെൻറ്റ് എല്ലാം നോക്കിക്കാണാനും ഒക്കെ നല്ലൊരു ടീച്ചർക്ക് പറ്റും. ഓവറോൾ ആ കുട്ടീനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ നല്ലൊരു ടീച്ചർക്ക് പറ്റും എന്നാണ് പറയുന്നത്.